എന്താണ് താങ്കളുടെ പ്രവചനം വളരെയധികം ശരിയായി. അപ്പോൾ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയുണ്ട്? എന്താണ് അതിൻ്റെ? തീർച്ചയായും ഉണ്ടാവുമല്ലോ. വലിയ രീതിയിൽ എഫേർട്ടുള്ള ഒരു ഏർപ്പാടാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി വരുമ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. അതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ആകെയുള്ള ഒരു ബെനിഫിറ്റ്. 1 മുതൽ 102 വരെയായിരുന്നു UDF പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ 0 മുതൽ 3 വരെ NDA പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 102ലാണ് UDF വന്നതെന്ന് നമുക്കറിയാം. ഇത് പഴയ തെരഞ്ഞെടുപ്പ് ഹിസ്റ്ററികൾ നമുക്ക് ആവശ്യമായി വരും. പിന്നെ പബ്ലിക് ഒപ്പീനിയൻസ് നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ കളക്ട് ചെയ്യും. മീഡിയ മാധ്യമങ്ങളിലൂടെ വരുന്ന ട്രെൻഡ് അത് നമ്മൾ പരിശോധിക്കും. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാലും ഒരു സയൻറ്റിഫിക് ഒരു കണക്കിൻ്റെ ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ സയൻറ്റിഫിക് ആണ്. ആ ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനെന്ന വ്യക്തി എൻ്റെ ഒരു ഒബ്സർവേഷനാണ് ഇത് ഫൈനലാക്കി ഈ നമ്പറുകളാക്കിയും ശതമാനമാക്കിയും ഞാൻ മാറ്റുന്നത്. അതിലെൻ്റെ പൂർണ്ണമായ ബോധ്യങ്ങൾ അത് മറ്റൊരാളെ പറഞ്ഞ് ബോധിപ്പിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബോധ്യങ്ങൾ പലപ്പോഴും കുറിക്കാറുണ്ട്. ഈ പ്രാവശ്യം തന്നെ പല ഏജൻസികളും 85 വരെ സീറ്റ്, പരമാവധി 90 വരെ സീറ്റാണ് ആക്സിസ് ഇന്ത്യ വരെ കൊടുത്തത്. മറുഭാഗത്താണെങ്കിൽ LDFൻ്റെ സാധ്യതകൾ നമ്മുടെ നാട്ടിലെ ചാനലുകൾക്ക് വേണ്ടി നടത്തിയ സർവേ ടീമുകൾ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബോധ്യമായിരുന്നു. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും കൂടിയ നമ്പർ ഇട്ടത് ഇടതിന് വലിയ രീതിയിൽ സ്വീകാര്യതയുള്ള കുറേയേറെ മണ്ഡലങ്ങളുള്ളപ്പോൾ നീ എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്തതെന്ന് ഏറെ അടുപ്പമുള്ള കുറേയേറെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബോധ്യം അത് തന്നെയായിരുന്നു. ആ ബോധ്യത്തിൽ തന്നെ നമ്പറുകൾ അവസാനിച്ചു എന്നുള്ളത് ഈ ഒരു മേഖലയിൽ ഇടപെടുന്ന ആളെന്നുള്ള നിലയ്ക്ക് വ്യക്തിപരമായ സന്തോഷമുണ്ടായി. മലബാറിലെ ചെങ്കോട്ടകൾ എന്ന് പറയുന്ന കോട്ടകൾ തകരുമെന്നുള്ള ഒരു സൂചന താങ്കൾക്ക് നേരത്തെ ലഭിച്ചിരുന്നു? അതെ, അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നമ്പേഴ്സിൻ്റെ കൂടെ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇടതിൻ്റെ കോർ വോട്ട് ഏരിയയിൽ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വ്യക്തിപരമായ ഗ്രാഫിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് അതിനപ്പുറം വലിയ രീതിയിലുള്ള ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അത് ഇടതിൻ്റെ വോട്ടുകൾ ചോർത്തുമെന്നും ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് പരിപൂർണമായി റിവേഴ്സ് സ്വീപ്പിലേക്ക് UDF പോകുമെന്നും അത് 2001 ഇതുപോലെ വലിയ രീതിയിൽ UDFനൊരു എഡ്ജ് കിട്ടിയത്. അതിനുശേഷം പിണറായി വിജയൻ്റെ കൂടെ ഒരു ബാലകൃഷ്ണൻ്റെ ഒരു കാലഘട്ടത്തിൽ തിരിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു പരിധിവരെ ആ വോട്ട് ബാങ്കിനെ. പക്ഷെ അത് ഈ പ്രാവശ്യം തിരിച്ചു പോകുമെന്നുള്ള സൂചനകൾ എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 20 ഇപ്പം 20ആയി, 19 പ്രവചനങ്ങളായി. അതിൽ 17 വിജയിച്ചിട്ടുണ്ട്. ഇത് 20ാമത്തെ അല്ലേ ഇപ്പോഴത്തെ? 19ആണ് എൻ്റെ ഓർമ്മ. 19ആണ്. അപ്പം ഇതിൽ ഇനി താങ്കൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എങ്ങനെ ഇതിൽ സഫോളജി ഒരു എക്സ്പെർട്ടായിട്ട് മാറുക എന്നുള്ള ഒരു ഇതാണ്. താങ്കൾ ഇപ്പം തന്നെ ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആളാണ്. CP രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പ്രവചന വിദഗ്ധൻ എന്നുള്ള ഒരു പേരെടുത്തു കഴിഞ്ഞു. അപ്പം എന്താണ് ഇനി അങ്ങ് സൂക്ഷ്മമായി രാഷ്ട്രീയം നിരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? രാഷ്ട്രീയ നിരീക്ഷണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ഇലക്ഷൻ ഒരു എഫേർട്ടില്ല. അത് നമ്മൾ ദൈനംദിനം അതുമായി ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ അതർ സ്റ്റേറ്റ് വരുമ്പോഴാണ് ഞാൻ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടത്. പല സ്റ്റേറ്റുകളുണ്ടായിരുന്നു. ഡൽഹി ഉണ്ടായിരുന്നു, രാജസ്ഥാൻ, തെലുങ്കാന, കർണാടക തെരഞ്ഞെടുപ്പുകളൊക്കെ കൃത്യമായിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വലിയ എഫേർട്ട് എടുക്കണം. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ എക്സിറ്റ് പോൾ ഏജൻസികൾ ആ രീതിയിലാണ്. പക്ഷേ ഈ സർവേ ടീം നടത്തുമ്പോൾ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അത് നമ്മളിപ്പം അതിന് ലീഡ് ചെയ്താലും അവർ കുറേ ആളുകളെ വിട്ട് കഴിഞ്ഞാൽ അവരുടെ ടേസ്റ്റ് ഇതിന് മാനദണ്ഡമാവും. അവർ കൃത്യമായി നമ്മൾ പറയുന്ന ഇടങ്ങളിൽ പോയിട്ട് സാമ്പിൾ എടുക്കുക എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ പ്രയാസമുള്ള. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൃത്യത എന്ന് പറയുന്നത് എൻ്റെ ബോധ്യങ്ങളാണ്, ഞാൻ കണ്ടെത്തുന്ന ഫൈൻഡിങ്സ് ആണ്. മറ്റുള്ളതാകുമ്പം അതിൻ്റെതായ റിസ്ക് കൂടി എന്നിലേക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില ഏജൻസികൾ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടുത്തായിട്ട്. അവരൊരു സഹകരിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള അത്തരത്തിലുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അതെന്താ അതിൻ്റെ ഒരു പുരോഗതി ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്നാലും സ്വന്തമായിട്ടൊരു സ്ഥാപനം പോലെ നടത്താവുന്നതാണ്. കാരണം കേരളത്തിൽ സഫോളജി എന്ന് പറയുന്നത് 1987 തെരഞ്ഞെടുപ്പ് മുതലാണ് തുടങ്ങുന്നത്. എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ജോർജ് കുട്ടി എന്ന് പറഞ്ഞിട്ട് കലാകൗമുദിക്ക് വേണ്ടി ഒരു കവർ സ്റ്റോറി 1987 അതിനുശേഷമാണ് പിന്നെ പിണറായി റോയ് ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ പിന്നീട് അതിനുശേഷമാണ് വാസ്തവത്തിൽ രാജ്യത്ത് ഒരു സഫോളജിയുടെ ഒരു പ്രധാനപ്പെട്ട വരുന്നത്. കേരളത്തിൽ ഈ സഫോളജിയുടെ വേറൊരു ദൂഷ്യവശമുള്ളത്, ഇത് ഇലക്ഷന് മുമ്പേ തന്നെ ഇതിൻ്റെ ഒരു ട്രെൻഡ് പലരെയും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതനുസരിച്ച് കറക്റ്റ് ചെയ്യാനും ഒക്കെ തന്നെ അതൊരു കച്ചവടമായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നേരത്തെ തന്നെ ഇതിൻ്റെ ജനമനസ്സ് മനസ്സിലാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം അത് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗപ്പെടുന്നുണ്ട് ആ തരത്തിൽ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ രീതിയിൽ ഒരു അനീതി ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചേരുന്നുള്ളത് കൊണ്ട് വോട്ടിംഗ് കഴിഞ്ഞ് 5 മണി 6 മണിക്ക് ശേഷമേ ഞാൻ പുറത്തു വിടാറുള്ളൂ. അതിന് മുമ്പുള്ള ആ രീതിയിലുള്ള നമ്പർ പലരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക് വലിയ താല്പര്യം ഉണ്ടാവും, സുഹൃത്തുക്കളായിട്ട് സോഷ്യൽ മീഡിയയിലും പേഴ്സണൽ ബന്ധപ്പെടുന്ന ആളുകൾക്ക്. പക്ഷേ അതിലൊരു അനീതിയുണ്ട്. തെരഞ്ഞെടുപ്പിന് ഏതെങ്കിലും തരത്തിൽ നമ്മളൊരു വലിയ രീതിയിൽ ഉള്ള ആൾ എന്നുള്ളതല്ല,
ഏതെങ്കിലും രീതിയിൽ ഒരു മനുഷ്യനെ പോലും സ്വാധീനിക്കരുത് എന്നുള്ള ജനാധിപത്യ ബോധ്യം എന്നിലുള്ളത് കൊണ്ട് ഞാൻ ആ തരത്തിൽ ഒരു ഘട്ടത്തിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ചെയ്യാൻ താല്പര്യം കാണിച്ച് നമ്മളെ സമീപിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകൾ. പക്ഷേ അതിൽ വലിയ അനീതി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വാധീനിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ തോൽക്കുമെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ പ്രത്യേകിച്ച് സൈബർ ലോകത്ത് നമ്മൾ ആ രീതിയിൽ കാണും. പക്ഷെ അത് അതിൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കഴിഞ്ഞു പോകുന്നത് എന്നുള്ളൂ. സാമൂഹ്യ മാധ്യമങ്ങളിൽ താങ്കൾ ഇടുന്ന ഈ ഗ്രൂപ്പിനെതിരെ ചിലരൊക്കെ ചിലരൊക്കെ അതിനകത്ത് ഒരുമാതിരി ഇത് ചെയ്യുന്നുണ്ട്, താങ്കളെ കളിയാക്കുകയും. പക്ഷെ താങ്കൾ കൃത്യമായി അതിനകത്തൊരു മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കളിയാക്കാൻ വരുന്നവരെ കുറിച്ചൊക്കെ താങ്കൾ ചില സൂചനകളൊക്കെ ഞാൻ പലപ്പോഴും കൊടുക്കാറുണ്ട്. നിങ്ങൾ വോട്ടെണ്ണുന്ന ദിവസവും തിരിച്ചു ഇവിടെ വരണം എന്നുള്ളതായിരുന്നു. അത് ഒരിക്കലും പിണറായി വിജയന്റെ 2021 96 മുതൽ 104 വരെ എന്നുള്ള നമ്പറിന്റെ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. കാരണം കേരളത്തിൽ പുതിയ തലമുറയിൽപ്പെട്ട ജെൻസി ബാച്ച് ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്ന ഇതാണല്ലോ ഈ സോഷ്യൽ മീഡിയ. പക്ഷേ വാസ്തവത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒരു വിലയിരുത്തലും സോഷ്യൽ മീഡിയയിലെ ഒരു ഹാബിച്വൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഇത് വെച്ച് അസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 50% ഒരു 40% വോട്ടർമാരെ വിലയിരുത്താൻ പറ്റില്ലേ? വിലയിരുത്താൻ പറ്റും. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ ഒരു ഒപ്പീനിയൻ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്, സാമ്പിൾ സൈസ് ആയിട്ട്. അതിൽ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളിലുണ്ട്. നമ്മൾ ആളുകളെ ഡീപ്പായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്താൽ ഇപ്പോൾ ഇടതിനോട് കൂടെ കുറേ കാലം നടന്ന മനുഷ്യർ ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ഇടതിനോട് ഒരു വൈമുഖ്യം കാണിക്കും. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. അത്തരം ആളുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ ആ തരത്തിലും ഈ ഒപ്പീനിയൻ എന്നുള്ളത് സാമ്പിൾ സൈസ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരു പരിധി വരെ. പിന്നെ ഇതൊക്കെ ആകെത്തുകയായി നമ്മുടെ ഒരു ജഡ്ജ്മെന്റ് ശരിയായി വരുന്നത് എന്നിടത്താണ് ഇതിന്റെ ഒരു ശരിയായ റൂട്ട് വരുന്നത്. ഇപ്പം ഇരിക്കൂർ എന്നൊക്കെ ഉള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. അതായത് വി.ഡി. സതീശന്റെ ഒരു നാച്ചുറൽ ചോയ്സ് എന്നുള്ള അതിനെ മറിച്ചുകൊണ്ട് കേന്ദ്ര ഹൈക്കമാൻഡ് മറിച്ചൊരു തീരുമാനം എടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ അല്ലെങ്കിൽ നടന്നപ്പോൾ ഒരുപാട് പ്രതിഷേധം കേരളത്തിൽ അത് പുതിയ കാലത്തിന്റെ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. പൊതുവെ ഇടത് രാഷ്ട്രീയത്തിൽ നമ്മൾ കാണാറില്ലെങ്കിൽ ഈ സമീപകാലത്ത് അത് ഇടത് രാഷ്ട്രീയത്തിൽ നിന്നും ആ തരത്തിൽ സൈബർ സ്പേസിൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പഴയ കാലത്തൊക്കെ ഇടതിന്റെ ആളുകൾ ആ രീതിയിൽ പ്രതികരിക്കില്ലായിരുന്നു. പക്ഷെ പുതിയ കാലത്തിന്റെ ഒരു പുതുതലമുറ രാഷ്ട്രീയത്തെ ആ തരത്തിൽ കാണുന്നുണ്ട്. അതൊരു നമ്മളിപ്പോൾ ന്യൂട്രലായിട്ട് നിൽക്കുന്ന വോട്ടുകളുണ്ടല്ലോ, അതിന്റെ നമ്പേഴ്സും പെർസെൻറ്റേജും കൂടുന്നുണ്ട്. അതിന്റെ ഭാഗം കൂടിയാണ് ഈ കൃത്യമായി പാർട്ടികളുടെ ഒരു കേഡർ സ്വഭാവത്തിന് പുറത്ത് വലിയൊരു ശതമാനം വോട്ടിംഗ് നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് അതിലൊരു ഭാഗം. സഫോളജിസ്റ്റുകളോട് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യം കൂടി ചോദിക്കാം. സഫോളജിസ്റ്റുകളോട് ചോദിക്കാൻ പാടില്ലാത്ത ഇപ്പോഴത്തെ പുതിയ വന്നിരിക്കുന്ന വി.ഡി. സതീശൻ എന്ന് പറയുന്ന യുവാവായ അല്ലെങ്കിൽ താരതമ്യേന യുവാവായ ഒരു മുഖ്യമന്ത്രി ആദ്യമായി മന്ത്രിസ്ഥാനം പോലും ഇല്ലാതെ ആദ്യമായിട്ട് മുഖ്യമന്ത്രി കസേരയിലേക്ക് വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? എങ്ങനെയാണ് താങ്കളുടെ അതിനെ എങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി കാണുന്നുണ്ടോ? അത് എങ്ങനെയാണ് ഒരു അദ്ദേഹം മികച്ചൊരു ഭരണം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരാളാണോ? എങ്ങനെയാണ് അതിന് നിഷ്പക്ഷമായി വിലയിരുത്തിയാണ്? അതിൽ നമ്മുടെ അഭിപ്രായത്തിനും അപ്പുറത്തേക്ക് കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടിനിടയിൽ ഒരു ഭരണ മുന്നണിക്കും 46.5% വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പിണറായിക്ക് പോലും 44.5% വോട്ടേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ജനം വിലയിരുത്തിയത് ആ മനുഷ്യനിൽ പറ്റും എന്നുള്ളതാണ്. ആ മനുഷ്യനിലേക്ക് ജനം ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. അയാൾ പൊതുവെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിലപാടുകൾ പറയാൻ വൈമുഖ്യം കാണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൃത്യമായി കഴിഞ്ഞ 5 വർഷം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പ്രതിപക്ഷത്തെ നയിച്ച് കൃത്യമായ നിലപാടുകൾ പല വിഷയങ്ങളിലും പറഞ്ഞ് മുന്നോട്ട് വന്നതോടുകൂടി പ്രതീക്ഷയുള്ള ഒരു ആൾ തന്നെയാണ്. ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിലെ ലീഡേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ വി.ഡി. സതീശൻ എന്നുള്ള നേതാവും അതിൻ്റെ ലീഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു നിങ്ങൾ കഴിഞ്ഞ ചോദ്യത്തിൽ ചോദിച്ച പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ്റെ ഒരു ഭാഗം. അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നതാണ് നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നത്. അതാണ് ഇന്നലെ സത്യപ്രതിജ്ഞയായി നാടിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ജനഹിതം അങ്ങനെയാണ്. ഒപ്പം വ്യക്തിപരമായിട്ടും അദ്ദേഹം മികച്ചൊരു ഭരണം കാഴ്ചവെക്കുമെന്നുള്ള ബോധ്യത്തിലാണ് ഇന്ന് ഞാനുള്ളത്.